ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ സോയാബീൻ്റെ ഒരു ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ കുറച്ച് ഉള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും നമ്മുടെ വെള്ളുള്ളിയും മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് നന്നായി ഒന്ന് അത്യാവശ്യം ഒന്ന് വഴറ്റി കൊടുക്കും. ഒരുപാട് വഴറ്റേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സോയാബീൻ്റെ ഗ്രേവി ടേസ്റ്റ് ഉണ്ടാവില്ല. ഏകദേശം ഒരു ഹാഫ് ലെവലിൽ വാട്ടി കൊടുക്കാം. പിന്നെ തലേ ദിവസം കുതിർത്തിട്ട നമ്മുടെ സോയാബീൻ നന്നായി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. സോയാബീൻ കുതിർത്തിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ മതി. സോയാബീൻ നന്നായി കുതിരും. ഇനി നമുക്ക് ഈ ഉള്ളിയുടെ മിക്സിലേക്ക് നമുക്ക് ആ ഒരു സോയാബീനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി നിങ്ങൾക്ക് കൂടുതൽ കളർ കിട്ടണമെങ്കിൽ ഒരു 2 സ്പൂണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവിനാവശ്യമായത്. ഇനി ഇത് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇപ്പം ഏകദേശം ഒരു ഹാഫ് ലെവലിൽ പാകമായിട്ടുണ്ടെങ്കിൽ, ഉള്ളി ഏകദേശം പാകമായിട്ടുണ്ടെങ്കിൽ, മുളക് പോരായിട്ടാണ് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തത്. നമ്മുടെ സോയാബീന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളിയും നമ്മുടെ ആ ഒരു സോയാബീനും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നമ്മുടെ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കും. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കുറുങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതിന് ശേഷം നമ്മുടെ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കാം. പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് കുക്കറൊന്ന് അടുപ്പ് വെച്ച് വേവിക്കാം.